ലോകത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും എത്തി എന്നർത്ഥം. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഈ ഹദീസിൽ പറഞ്ഞതുപോലെ സകല ആളുകളും ബഹുമാനപ്പെട്ട സഹാബിമാരിൽ പ്രഗത്ഭരായ പല ആളുകളും മൊറോക്കോ വരെ എത്തി. അവിടെ സഹാബി അല്ലെങ്കിലും അതിനെ ചേർത്തുകൊണ്ടുള്ള തുടരെ വന്നിട്ടുള്ള ആളുകളിൽ പ്രഗത്ഭനാണ് ഖാദിയാലിം വഹുവദൂറു ജുഹാനി എന്ന് പറഞ്ഞ ഖാദിയാൽ. അവിടെ ദലായിലുൽ ഖൈറാത്ത് നമ്മൾ ചെല്ലാറുണ്ട്. അതുകൊണ്ട് ജസൂലി അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് മൊറോക്കോവിലാണ്. 7 പ്രധാനപ്പെട്ട ആളുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. മശാരിഖു അൻവാരിൻ തബദ്ദതു ബിസിബതതി വമിൻ നാജബിൻ കൗനുൽ മശാരിഖി ഫിൽ ഗർബി. ബഹുമാനപ്പെട്ട ഖാദിയാദിനെ സംബന്ധിച്ചാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ഷിഫുണ്ട്, അതിന്റെ പുറത്ത് മശാരിഖുൽ അൻവാർ, പ്രകാശങ്ങളുടെ ഉദയസ്ഥാനം നാലഫിന്റെ വായന. ആ കിതാബിനെ സംബന്ധിച്ച് ഒരാൾ പാടിയ ഒരു പദ്യമാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. മശാരിഖുൽ അൻവാർ എന്നുള്ളത് അത് സിബ്ത എന്ന് പറയുന്ന സ്ഥലത്താണ് പ്രകടമായത്, സ്പെയിനിൽ. മൊറോക്കോവിൽ നിന്ന് അതിൻ്റെ അപ്പുറത്തുള്ള വലിയ സിറ്റി മൊറോക്കോവിലെ വ്യവസായ പട്ടണം. നമ്മുടെ രാജ്യത്ത് ബോംബെ പോലെ വ്യവസായ ക്യാപിറ്റലാണ്. ആ സ്ഥലത്ത് നിന്ന് 25 കിലോമീറ്റർ നീന്തിയാലെത്തുന്ന സ്ഥലമാണ് സിബ്ത. അവിടെയാണ് മുസ്ലിംകളിൽ പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ ജീവിച്ചത്. അത് യൂറോപ്പിലാണ്, മറ്റേത് ആഫ്രിക്കയിലുമാണ്. പക്ഷെ ഇത് രണ്ടും തമ്മിൽ മധ്യത്തിരനായി സമുദ്രം, കടൽ നിലനിൽക്കുന്നു. അതുകൊണ്ട് വളരെ അടുത്തടുത്തുള്ള സ്ഥലം. അവിടെ ഉള്ള ആളുകൾ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് വേണ്ടി അവിടെ എത്തി. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ നിന്ന് മലേഷ്യ, ഇന്തോനേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, ഫിലിപ്പൈൻ, സിലോൺ തുടങ്ങിയുള്ള മേഖലകൾ, ആ മേഖലകളിലും താബികളോ താബികളോ സഹാബിമാരോ വന്നെത്തിയിട്ടുണ്ട്. ആരാ ഓലതിന് ക്ഷണിച്ചത്? ആരും ക്ഷണിച്ചതല്ല. അതാ ഞാൻ പറഞ്ഞു, ഓർഡർ പ്രകാരം വന്നതാണ്. എന്താ ഓർഡർ? ബല്യകുവനി ഒരായത്തെങ്കിലും എത്തിച്ചോളി, അതിനു വേണ്ടി വന്നോലാ. പോവാൻ തയ്യാറായില്ല. മാലിക് ദീനാർ തങ്ങൾ അവിടെ തന്നെയാണ്. കൊടുങ്ങല്ലൂരിൽ വളരെ ബന്ധപ്പെട്ട സഹാബിമാരാണ്, അടുത്ത ആളുകൾ അവിടെയാണ്. ആ നിലക്ക് ഈ സന്ദേശം ഇവിടെ എത്തിച്ചു. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഇതിൽ ചെറിയ ഒരു വളവും തിരിവും വന്നപ്പോ ആ വളവും തിരിവും ശരിയാക്കാനായി, വിദ്യാത്തിനെ തള്ളിക്കളയാനായി ഒരു സംഘടന ഉണ്ടാക്കിയതാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ. എന്നെ കൊണ്ട് മാത്രം നോക്കാൻ കഴിയില്ല, ഞങ്ങളെ എല്ലാവരും കൂടണം എന്നുണ്ട്. കൂടാറ് 40 ആൾ കൂടി എന്നിട്ട് ആ സംഘടന ഉണ്ടാക്കി. അതിന്റെ 90ാം വാർഷികമാണ് അടുത്ത് ആലപ്പുഴയിൽ വെച്ച് ചേർന്നത്. ഇപ്പുറത്തൊരു ഒരു വലിയൊരു കടല്, സമുദ്രം. ആ സമുദ്രത്തിനോട് ചേർന്നുകൊണ്ടൊരു മനുഷ്യ സമുദ്രം, 4-5 കിലോമീറ്റർ ഒന്നായിട്ട് മനുഷ്യ സമുദ്രം. ആ സമ്മേളനം കാണാനെത്തിയ മുസ്ലിങ്ങളും മുസ്ലിങ്ങളല്ലാത്തവരും പറഞ്ഞു, ഇങ്ങനെ ഒന്ന് സംഘടിപ്പിക്കാൻ ആർക്കും സാധ്യമാവില്ല. അതാ വരക്കൽ മുല്ലക്കോയ തങ്ങളെ മക്കളും പേരക്കുട്ടികളും, എൻ്റെ മക്കളും പേരക്കുട്ടികളും മഹ്ദി ഇമാം വരുമ്പോ കൂടെ ഉണ്ടാവും മൂപ്പര് പറഞ്ഞിട്ടുണ്ട്. മൂപ്പർക്ക് മക്കളുമില്ല, കുട്ടികളുമില്ല. പക്ഷേ പിന്നെ ആരെ പറ്റിയാ പറഞ്ഞ? ഇവിടെ ഇരിക്കണ ഈ ആലിമീങ്ങളൊക്കെ, ആയിരിക്കുന്ന മൗല്യമാറ്റിയാണ്. ഇവരൊക്കെ ഇന്ന് വലിയ പണ്ഡിതന്മാരായില്ലെങ്കിൽ ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരൊക്കെ പോകുമ്പോ ഇവരൊക്കെ ഈ സ്ഥാനത്ത് കയറിയിരിക്കേണ്ടവരാ. സകനൂ പുത്തൂനെല്ലാർലി ദൂരിയ, കുറെ കാലം ഭൂമിന്റെ മേൽഭാഗത്ത് താമസിച്ചു. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോ താമസം ഭൂമിന്റെ അടിയിലായി. അങ്ങനെ കഴിഞ്ഞുപോയി ശംസുൽ ഉലമ, സൈനുൽ ഉലമ, അങ്ങനെ മഹാന്മാരായ സമസ്തന്റെ പഴയതും പുതിയതുമായ ആളുകളൊക്കെ കഴിഞ്ഞു. ഇപ്പോ ഒരായത്തെങ്കിലും എത്തിക്കാൻ വേണ്ടി അവർ ഇങ്ങോട്ട് എത്തുന്നതിന് പകരം ഇവിടുന്ന് അങ്ങോട്ട് എത്തുക. വരക്കൽ മുല്ലക്കോയ തങ്ങൾ അതാ പറഞ്ഞു, മഹ്ദി ഇമാം വരുമ്പോ ഉണ്ടാവും. മഹ്ദി ഇമാം കേരളത്തിൽ മാത്രമേ വരിക നിൽക്കണം? അല്ല, ആഫ്രിക്കയിലുണ്ട്, ആസ്ട്രേലിയയിലുണ്ട്, യൂറോപ്പിലുണ്ട്, ഒക്കെ ഉണ്ട് മഹ്ദി ഇമാം വരും. അവിടെയൊക്കെ നമ്മളെ കുട്ടികളെത്തണം. അതിനിവിടെ അബ്ദുറഹ്മാൻ ഫൈസിന്റെ ദറസില് ഇപ്പോ മതപരമായ വിദ്യാഭ്യാസത്തോടൊപ്പം ഭൗതികമായ വിദ്യാഭ്യാസം കൂടി പഠിപ്പിക്കാനുള്ള കാര്യം പണ്ടൊന്നും ആകില്ല. ഞാനൊക്കെ പഠിക്കുമ്പോൾ 1ാം ക്ലാസ്സിൽ നിന്ന് 6 ദിവസം കഴിഞ്ഞപ്പോൾ 5 ദിവസം കഴിഞ്ഞപ്പോൾ പോയാളാണ്. എൻ്റെ വലിയമൊന്ന് കൊണ്ട് ഇരുമ്പോയിക്ക് അവിടെ പോയി പഠിച്ചു. സ്കൂൾ പഠിച്ചിട്ടില്ല. പിന്നെ ആവശ്യം വന്നപ്പോൾ കുറച്ചൊക്കെ പഠിച്ചു എന്ന് മാത്രമാണ്. പഠിഞ്ഞു എന്നർത്ഥം. പഠിച്ചു എന്ന് പിന്നെ കാണാൻ പഠിഞ്ഞു എന്ന് പറയില്ല, നല്ലത്. ഇന്ന് അത് ആവശ്യമാണ്. ഇന്ന് അമേരിക്കയിലെത്തണം, നമ്മളെ മക്കൾക്ക്
ഞങ്ങൾ പട്ടിക്കാട് കോളേജിൽ പഠിക്കുമ്പോൾ പട്ടിക്കാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണയിലേക്ക് 5 കിലോമീറ്റർ 3 മൈല്. അതിന് 16 പൈസയെ കൊടുക്കേണ്ടത് ചാർജ് ബസ്സിന്. പക്ഷെ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ കുറെ ആൾ കൂടിയിട്ട് നടക്കും. ചുങ്കത്തുനിന്ന് നടന്നാൽ പൂപ്പലം വരെ നടന്നാൽ 10 പൈസ കൊടുത്താൽ 6 പൈസ ലാഭം. ആ നിരക്ക് നോക്കിയിരുന്നാലാ. ഇപ്പോഴോ കുറഞ്ഞ കാലത്തിനിടയിൽ കഴിഞ്ഞ പ്രാവശ്യം റാബിത്തന്റെ സമ്മേളനത്തിന് പോയപ്പോൾ ഫസ്റ്റ് ക്ലാസ്. അതിന്റെ പുറത്ത് ഒരു ദിവസം താമസിക്കുന്നതിന് 1200 റിയാൽ മക്കത്ത് ഒരാഴ്ച താമസിച്ചു. ഇറങ്ങുമ്പോൾ വിമാനത്തിന് ഇറങ്ങാതെ നേരെ റോട്ടിന് പോകാതെ കോണി വെച്ചായിക്കൂടി ഇറങ്ങി ഒരു പ്രത്യേക കാറ്. ആ കാറ് വിമാനത്താവളത്തിൽ മാത്രം ഓടാനുള്ളതാണ്. അത് കഴിഞ്ഞ് അവിടെ കൊണ്ടുപോയി ഒരു സീലടിച്ച് അപ്പുറത്ത് പോയി റാബിത്തന്റെ വാഹനം. ആരാതൊക്കെ ഏൽപ്പിച്ചത്? വരക്കൽ മുല്ലക്കോയ തങ്ങളാ ഏൽപ്പിച്ചത്. ശംസുലമയെ ഏൽപ്പിച്ചത് നൈക്കോടിന്ന്. ലോകത്ത് മുഴുവനും പരക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ശംസുലമയുടെ ഒരു പുത്രൻ ആസ്ത്രേലിയയിൽ ഒരു സ്ഥാപനത്തിന്റെ തറക്കല്ല് പണി തുടങ്ങി. ജാമിയ നൂരിന്റെ ജൂനിയർ കോളേജ്. 2 മുമ്പാണ് ആഫ്രിക്കയിലെ പ്രസിദ്ധമായ നൈറോബിയിൽ ചുറ്റുവട്ടത്തും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം ചുറ്റിക്കടക്കുന്ന ആ പ്രദേശത്ത് സുന്ദരമായ സ്ഥലം, വലിയ വെയിലും ചൂടുമായ ഈ സ്ഥലത്തുനിന്ന് അവിടെ എത്തിയപ്പോൾ അവിടുന്ന് പോരാൻ തോന്നുന്നില്ല. അവിടെ നല്ല തണുപ്പും നല്ല മഴയും. ഈ മാതിരി തെങ്ങ് വരെയുണ്ട്. ഈ മാതിരിയുള്ള സ്ഥലത്ത് 20 ഏക്കർ സ്ഥലം. ബല്യകൂവന്നി വലുവായ ഇവിടെ പോയി പഠിപ്പിക്കുകയും എന്ന് പറഞ്ഞു സഹാബിമാരോടും താബീങ്ങളും താബീങ്ങളോടും. ഇപ്പോ ഇവിടെയുള്ള ആളുകളോട് നിങ്ങൾ അവിടെ പോയി പഠിപ്പിക്കുന്ന പറയണത്. ശംസുലമന്റെ മക്കൾ, പേരമക്കൾ, വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ മക്കൾ അതിനുവേണ്ടി തയ്യാറാവണം. അതിനുവേണ്ടി എല്ലാ ഭാഷയും പഠിക്കണം. അവിടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ മഹദിമാം വരുമ്പോൾ മഹദിമാമിന് ഭാഷ പഠിപ്പിക്കാനല്ല, മൂപ്പർക്ക് ഭാഷ അള്ളാഹ് പഠിപ്പിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹ്ക്ക് ലോകത്തുള്ള എല്ലാ ഭാഷയും അറിയുമെന്ന് ഫതുൽ ബാരിയിൽ വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമിഹി എന്ന തന്റെ ജനങ്ങളുടെ ഭാഷയിലല്ലാതെ ഒരു പ്രവാചകനെയും നിയോഗിച്ചിട്ടില്ല എന്നതിന്റെ തഫ്സീറിൽ ഫതുൽ ബാരിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. റസൂലുള്ളാഹ്ക്ക് ലോകത്തുള്ള എല്ലാ ഭാഷയും അറിയാം. ലോകത്തുള്ള സകല ജനങ്ങളിലേക്കും അയക്കപ്പെട്ടതുകൊണ്ട് നമുക്കും അറിയണം. അവിടെയുള്ള ആളുകളൊക്കെ കാണണം. തുർക്കി നാള് വന്നുകൊണ്ട് പറയണത്, തുർക്കി 50-ൽ ചില്ലാനം രാജ്യങ്ങൾ ഏഷ്യയിലും ആഫ്രിക്കയിലും യൂറോപ്പിലുമായി പരന്നു കിടക്കുന്ന രാജ്യം ഇവരുടെ ഭരണത്തിലായിരുന്നു. ഖുലഫാഉൽ ഉസ്മാനിയീൻ, ഒട്ടോമൻ ഖലീഫമാർ. അവരെ ഭരണം തകർന്നുപോയി. അവസാനം ഒരു മുടിയനായ പുത്രൻ വന്നു. അതാണ് കമാൽ അതാ തുർക്ക് എന്ന് പറയുന്ന തുർക്കികളുടെ നേതാവ്. അദ്ദേഹം വന്ന് അറബി ഭാഷ ഒഴിവാക്കി. അറബി ഭാഷ ഇവിടുന്നുങ്ങട്ടാക്കി. കുത്തുബന്റെ ഭാഷ മാറ്റി, ഒക്കെ മാറ്റി, ആകെ തകരാറാക്കി. അദ്ദേഹം മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരാൾക്കും അറിയില്ല. ചെന്നാൽ അയാളെ കല്ലെറിയും. കമാ തർമൂന ഖബറ അബീ റുവാമി എന്ന് കവി പറഞ്ഞതുപോലെ ആ നിലക്ക് അദ്ദേഹം മതപതിച്ചു പോയി. പക്ഷേ ഒരു 19 വർഷത്തിന് ശേഷം തുർക്കികൾ മാറി. ഫൈസാബാദിൽ വന്ന് പട്ടിക്കാട് എങ്ങനെയാണ് നിങ്ങൾ തസവുഫ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് നിങ്ങൾ ഫിഖ് പഠിക്കുന്നത്, അത് കാണാൻ വേണ്ടി വന്നതാ. യൂണിവേഴ്സിറ്റിന്റെ വൈസ് ചാൻസലർമാരുണ്ട് മൗലാന യൂണിവേഴ്സിറ്റി ചുരുക്കത്തിൽ. അവിടുന്നൊക്കെ ഇത് പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരിക. നമ്മളോട് അങ്ങോട്ടും ചെല്ലാൻ പറയാം. ഇപ്പോ പണ്ട് ഇങ്ങോട്ട് നിങ്ങളൊരായത്തെങ്കിലും എത്തിച്ചു കൊടുക്കുന്നതിന് പകരം അവിടെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പറയുന്നത്. മഹദിമാം വരുമ്പോൾ അവിടെ ഉണ്ടാവും. നിങ്ങളെ കുട്ടികൾക്ക് അവിടുത്തെ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാം. ഇംഗ്ലീഷും അറിയാ, ഉറുദു അറിയാ. അബ്ദുറഹ്മാൻ ഫൈസിന്റെ ദർസിലും തുടങ്ങി, നമ്മുടെ ജൂനിയർ കോളേജിലും തുടങ്ങി. ഞങ്ങൾ ആരും അത് പഠിച്ചിട്ടില്ല. പക്ഷേ വേണ്ടി വന്നാൽ ഞങ്ങൾക്ക് അതൊക്കെ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദറസിനെ നിലനിർത്തുമാറാവട്ടെ. സമയം വളരെ ഏറിപ്പോയി. 7:30 മണിക്ക് അവിടെ പ്രസംഗിക്കാൻ നടന്നതാണ്. 8:30 പഠിയും. 8:30 ഇവിടെ തന്നെ കഴിഞ്ഞു. ഇവിടെ ക്രിസ്ത്യ, പക്ഷെ അവിടെ സമയം തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അബ്ദുറഹ്മാൻ ഫൈസി ഇവിടെ പ്രഗത്ഭമായ നിലയിൽ ദർസ് നടത്തുന്നു. അദ്ദേഹം ദർസ് സ്ഥലങ്ങളിലൊക്കെ പ്രാഗൽഭ്യം കാണിച്ചിട്ടുണ്ട്. ബില്ലിൽ മിവൽ വൽ ഫുതിയാബി ബുൽദാനി, നാട് ഒഴികെ വയത് പറഞ്ഞ് ഇൽമ നടത്തി ഫത്വ നൽകിയും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടിയെ മുസ്ലിയാരുടെ ഒരു മർസിയത്തിൽ പറയുമ്പോൾ അപ്പൊ അബ്ദുറഹ്മാൻ ഫൈസി വയലുമാണ്, ദർസുമാണ്. കുറച്ചേരം കഴിഞ്ഞാൽ ഫത്വയും ഫത്വക്കുള്ള അനുവാദവും ജാമിയ നൂരിന്ന് കൊടുത്തിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്.
അത് മൂപ്പരെന്നാ തുടങ്ങാൻ അറിയില്ല, തുടങ്ങിക്കണമെന്നും അറിയില്ല. തുടങ്ങിയാൽ അതും ശരിയാണ്, തുടങ്ങാൻ നിൽക്കുകയാണെങ്കിൽ അതും ഇൻഷാ അല്ലാഹ് ബഅദ ഖലീൽ. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. കിടങ്ങൈ ഒരുപാട് മഹാന്മാരായ ആളുകൾ, കിടങ്ങൈ അബ്ദുറഹ്മാൻ മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ അനുജ സഹോദരൻ, അതുപോലെ ഇൽമിൻ്റെ വലിയ വലിയ കേന്ദ്രങ്ങൾ നിലനിന്നൊരു സ്ഥലമാണിത്. ഇതിൻ്റെ അടുത്താണ് മഞ്ചേരി അബ്ദുറഹ്മാൻ മുസ്ലിയാർ നവ്വറല്ലാഹു മർകദഹു. അതിന്റെ തൊട്ടടുത്ത കുട്ടി മുസ്ലിയാർ, വാബുട്ടി മുസ്ലിയാർ, മുഹമ്മദ് മുസ്ലിയാർ ഒക്കെ ഇവിടുന്ന് ഉത്സാഹിക്കുന്ന സ്ഥലങ്ങളിലാണ്. പണ്ഡിതന്മാരുടെ വലിയ കേന്ദ്രമായ ഏർനാടും വെള്ളുവനാടും അതിന്റെ സംഗമ സ്ഥലവും കൂടിയാണ് കടലിൻ്റെ പുഴയുടെ അപ്പുറവും ഇപ്പുറവും. ഇൽമിന് വേണ്ടി അള്ളാഹു നൽകിയ വലിയ സൗകര്യം അതിവിടെ പഠിപ്പിക്കുന്നു. ഞങ്ങളെ വീട്ടിൽ എന്തായി എന്നുള്ളതല്ല, ഇപ്പം ഗൾഫും മറ്റുമൊക്കെ പാടായിട്ട് വലിയ സൗകര്യമായി. ഈ സൗകര്യം വരുന്നതിന് മുമ്പും നമ്മളെ താത്താറ് നമ്മളെ മൂല്യമാറ്റങ്ങൾക്ക് നല്ലോണം ഭക്ഷണം കൊടുക്കും, കുട്ടികൾക്ക് കുറഞ്ഞാലും ശരി. വലൗകാനബിഹിം ഹസാസ, പട്ടിണിയാണ് കുടിയിലെങ്കിലും മൂല്യമാറ്റങ്ങൾക്ക് ഭക്ഷണം നന്നായി കൊടുക്കും. ആ പാരമ്പര്യം നമുക്ക് പഠിപ്പിച്ചത് സഹാബിമാരും താബികളും വന്നെത്തിയ ഈ മേഖലയിൽ നിന്ന് ഇവിടെ മാത്രം നന്നാ പോരാ, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നീങ്ങണം എന്നാവു കണക്കാക്കിയിട്ടുണ്ട്. അപ്പോഴാണ് ആഫ്രിക്കയിലെത്തുക, അപ്പോഴാണ് യൂറോപ്പിലെത്തുക, അപ്പോഴാണ് ആസ്ട്രേലിയയിലെത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. സമസ്ത എന്ന ഈ സംഘടന അത് നിലനിൽക്കും, ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. മഹ്ദി ഇമാം വരുമ്പോൾ കൂടെ ഉണ്ടാവും. ഉലമാക്കന്മാരുടെ വലിയ സംഘങ്ങൾ എത്തിച്ചേരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബർക്കത്തും നൽകുമാറാവട്ടെ. മരിച്ചുപോയവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനമാക്കി കൊടുക്കുമാറാവട്ടെ. പാവപ്പെട്ട നാം അവിടെ എത്തിച്ചേരുന്ന സന്ദർഭം അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും വർദ്ധിച്ച് അള്ളാഹു നൽകുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.